പാവം ആ മനുഷ്യൻ കൊച്ചുമൊക്കെയുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് ഓണത്തിന് എത്തിയതാണ്. ശേഷം നടന്നത്. എവിടെ ആദികുട്ടനോടെ? ഓനകത്തുണ്ട്. ആദി ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ? ഇല്ല, അന്ന് ലീവാക്കി. മകന്റെ വീട്ടിൽ വന്നതാണ്. ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇതൊന്ന് ഇട്ടോക്കിയാ പാകണ്ടോ നോക്കിയാ. ഓണക്കല്ലേ ഇട്ട് കാട്ടി കൊടുക്കുക അച്ഛന്. ചെല്ല്. ശേഷം നടന്നത്. അച്ഛനോ? എടി ചായ എടുക്ക്. പിടിച്ചിട്ടില്ല തോന്നണേട്ട് അച്ഛൻ വന്നത്. നോക്കിയാ ഇതൊന്നും ഇടാന്ന് കണ്ടോ? നല്ല രസമുണ്ടല്ലോ. നല്ല റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയതാവും പൊടി പിടിച്ച് കിടക്കണൊക്കെ. നല്ല ചൊറിയും പിടിച്ച് കണ്ടിട്ടുണ്ടെങ്കിലേ ഓണത്തിന് ഹോസ്പിറ്റലിൽ പോയി കിടക്കണ്ടേ കേട്ടോ. അച്ഛൻ ആ കവറിലിട്ടാണ് വേഗം കൊണ്ട് കൊടുത്താണ്. ഇതേപോലുള്ള പെണ്ണുങ്ങൾ ഉണ്ട് കേട്ടാ ഇപ്പോഴും. മനസ്സുള്ള ചായ എടുക്കാൻ കാണുമ്പോ തന്നെ അറിയാം. പാവം പോയി. അല്ല അച്ഛനവിടെ പോയോ? പോയി. എന്നതാ എന്നോട് ചോളി. എങ്ങനെ പോകാതെ നിന്റെ വായിന്ന് വന്ന ആ കോലത്തിലുള്ളല്ലേ. നീ ഒരു കാര്യം മനസ്സിലായിക്കോ. ഇപ്പൊ നിന്റെ ബാക്കി കേട്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പാവ മനുഷ്യനുണ്ടല്ലോ, അയാൾ അധ്വാനിച്ച് വാങ്ങി തന്ന വില കുറഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടടി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. 5 മക്കളും അതിന്റെ മകനോടും. അതിട്ടിട്ട് അവനെന്തെങ്കിലും പറ്റുകയാണെങ്കിലേ അത് ഞാൻ സഹിക്കും. പക്ഷെ നിന്റെ വാക്ക് കേട്ട് ഇപ്പൊ പാവ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, അതിന് നീ അനുഭവിക്കും. വാടാ, ഈ ഓണത്തിന് പൊട്ടിക്കാൻ വേണമായിരുന്നു. എണ്ണം കൊടുക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച എത്ര പേരുണ്ട്? നിങ്ങളും ആഗ്രഹിച്ചില്ലേ? ആഗ്രഹിച്ചെങ്കിൽ ഒന്ന് കമന്റ് ഇടുക.